നാട്ടിലേക്ക് ലീവിന് വന്ന് ബോറടിച്ചിരുന്നപ്പോഴത്തേനും എന്നെപ്പോലെ ഒരു വട്ട് പിടിച്ചൊരു കൂട്ടുകാരി എനിക്കുള്ള സ്ഥിതിക്ക് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇടുക്കി ഹിൽ വ്യൂ പാർക്കിലേക്കാണ്. ਤੈਨੂੰ ਪੁੱਛਣਾ ਹੈ ਕੋਈ ਸਵਾਲ ਉਹ ਦੱਸ ਦੇ ਖਵਾਰੀਆਂ ਐ ਕਿਸੇ ਦੇ ਤੂੰ ਨਾਲ ਤੂੰ ਦੂਰੋਂ ਦੂਰੋਂ ਜਾਣੀ ਐ ਜਾਨ ਕੱਢ ਜਾਣੀ ਐ ਐਨੇ ਵੀ ਨਖਰੇ ਤੂੰ ਕਰ ਨਾ ਸੋਣੀਏ ਐਨੇ ਵੀ ਨਖਰੇ ਤੂੰ ਕਰ ਨਾ ਸੋਣੀਏ ਦਿਲ ਮੇਰਾ ਤੇਰੇ ਲਈ ਧੜਕੇ ਨਹੀਂ ਅੱਜ ਫੇਰ ਕਿੱਥੇ ਚੱਲੀ ਐ ਮੋਰਨੀ ਬਣ ਕੇ ਨੀ ਅੱਜ ਫੇਰ ਕਿੱਥੇ ਚੱਲੀ ਐ ਮੋਰਨੀ ਬਣ ਕੇ ਅੱਜ ਫੇਰ ਕਿੱਥੇ ਚੱਲੀ കുറച്ച് നേരത്തെ റൈഡിന് ശേഷം ഞങ്ങൾ ഹിൽ വ്യൂ പാർക്കിൻ്റെ ഗസ്റ്റ് ഹൗസിൻ്റെ അങ്ങോട്ടേക്ക് എത്തി കേട്ടോ. അവിടുന്ന് പിന്നെ ഞങ്ങൾ 25 രൂപ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കയറി. അവിടെ ശരിക്കും എനിക്ക് തോന്നുന്നു ക്യാമറയായിട്ട് നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്നതിന് 200 രൂപ സംതിങ് ആണ്. പിന്നെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്നതിന് 500 സംതിങ്, 1500 അങ്ങനെ കുറേ റേറ്റുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ എടുക്കുന്ന ഫോണിലായതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. നടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് അവളെ എനിക്കെന്തോ വൈശാലി ഗുഹയോ എന്തോ കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ശരിക്കും അവൾ എന്തൊക്കെ പറയുന്നു, ഞാൻ എന്തൊക്കെയോ കേൾക്കുന്നു. അതുകൊണ്ടാണ് ഒരുപാട് നാളിന് ശേഷം വീണ്ടും ഒന്ന് ഊഞ്ഞാലെ കയറി കേട്ടോ. എനിക്ക് തോന്നുന്നു ഞങ്ങൾ കയറുന്ന കണ്ടിട്ട് തൊട്ടപ്പുറം ഉണ്ടായിരുന്ന കൊച്ചുങ്ങൾ അവർ ഇറങ്ങിപ്പോയി. പിന്നെ കുറേ നേരം ഊഞ്ഞാലെ ആടി എൻജോയ് ചെയ്തു. പിന്നെ നമുക്കൊക്കെ തോന്നുമല്ലോ ഒന്നും കൂടെ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് പോയാലോ എന്ന് തോന്നിയൊരു നിമിഷമായിരുന്നു കേട്ടോ ഇന്നത്തെ ട്രിപ്പ്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ കുഞ്ഞിൽ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ ഊഞ്ഞാലെ കയറിയപ്പോഴാണ് നഴ്സറി പഠിക്കുന്ന സമയത്ത്. അത് പള്ളിയുടെ സ്കൂളായിരുന്നു. അപ്പം അവിടെയാണ് ഊഞ്ഞാലുണ്ടായിരുന്നു. അപ്പം ഇന്നും പോവും ഉണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വന്നിട്ട് ഊഞ്ഞാലെ കയറി. പിന്നെ ഊഞ്ഞാലെ കയറുന്നത്. ആദ്യം ഞാൻ കയറും, നീ എന്നെ 10 തവണ ആട്ടണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരോ സെറ്റായിട്ട് ആൾക്കാർ ഇങ്ങനെ നിന്ന് ക്യൂ നിന്നൊക്കെയായിരുന്നു ഊഞ്ഞാലെ കയറിക്കൊണ്ടിരുന്നത്. പക്ഷെ അതൊക്കെ ഒരു കാലം കേട്ടോ. പിന്നെ ആ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം ഊഞ്ഞാലാടി കഥകളൊക്കെ പറഞ്ഞിരുന്ന് ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. വീണ്ടും നമ്മുടെ കുട്ടിക്കാലത്തേക്ക് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ എന്തോ ഒരു രസമായിരുന്നു. അങ്ങനെയൊക്കെ കുറേ നേരം ഇങ്ങനെ ചിന്തിച്ചും വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിന് തന്നെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇങ്ങനെ ഓരോരോ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുക, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരോ ഒരു 5 മിനിറ്റ് ആണെങ്കിൽ ഒരു 5 മിനിറ്റ് ചിലവഴിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ഭാഗ്യമാട്ടോ. बेबी है तेरी चाल बैकलेस सूट विच लगदी कमाल ओ किथे चली जांदी है ओ किथे चली जांदी है तैनू पुछना है कोई सवाल ओ दस दे खवारियां है किसे दे तू नाल तू दूरों दूरों जानी है
जान कट जानी है एने भी नखरे तू करना सोनिए एने भी नखरे तू करना सोनिए दिल मेरा तेरे नहीं धड़के नहीं अज फिर किथे चली है मोरनी बन के नी अज फिर किथे चली है मोरनी बन के അങ്ങനെ ഹിൽവി പാർക്കിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് കാൽവരി മൗണ്ടിലേക്കായിരുന്നു. അപ്പം അതുവഴി കാൽവരി മൗണ്ട് പോയി. പിന്നെ ഇടയ്ക്കൊന്നും മഴ തൂളിയായിരുന്നു, പക്ഷേ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഫോൺ നനയുമായിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ആ സമയത്ത് എപ്പോഴാണ് നമ്മുടെ ഫോണിൻ്റെ സേഫ്റ്റി നമ്മൾ നോക്കണമല്ലോ. നേരെ ഇനി കാൽവരി മൗണ്ടിൽ ചെന്നിട്ട് വരണം. കാൽവരി മൗണ്ട് എത്തി കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും നല്ല കോട കയറാൻ തുടങ്ങിയായിരുന്നു. കോട കയറിക്കഴിഞ്ഞ് പിന്നെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞില്ല, അതിന് മുമ്പ് മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ ചാടി അകത്ത് കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഷെഡ് പോലെ ഉണ്ട്, കുറേ ഷെഡുണ്ട് കേട്ടോ. ഇവിടെയും നമ്മൾ ടിക്കറ്റ് എടുക്കാം. ഇവിടുത്തെ ടിക്കറ്റിന് എത്ര രൂപയാണ്? 40 രൂപയാണ് കേട്ടോ. അതിപ്പം ക്യാഷായിട്ടല്ല ഇപ്പം അവരെടുക്കുന്നത്, ഓൺലൈനായിട്ട് തന്നെയാണ്. അതായത് നമ്മൾ GPay ആണിപ്പോൾ ചെയ്യുന്നത്. GPay അവർ ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ തന്നെയുള്ളൊരു ഷോപ്പുണ്ട്, അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് മഴയൊക്കെ ആണല്ലോ എന്ന് വിചാരിച്ചപ്പോൾ അതൊക്കെ വീട്ടിലേക്ക് തിരിച്ചു. പിന്നെ ਲਾਉਣ ਦਾ ਇਰਾਦਾ ਤੇਰਾ ਜੱਗ ਨੂੰ ਚੁੰਨੀ ਕਰਦੀ ਇਸ਼ਾਰੇ ਮੇਰੀ ਪੱਗ ਨੂੰ ਅੱਗ ਲਾਉਣ ਦਾ ਇਰਾਦਾ ਤੇਰਾ ਜੱਗ ਨੂੰ ਚੁੰਨੀ ਕਰਦੀ ਇਸ਼ਾਰੇ ਮੇਰੀ ਪੱਗ ਨੂੰ ਅੱਗ ਲਾਉਣ ਦਾ ਇਰਾਦਾ ਤੇਰਾ ਜੱਗ ਨੂੰ ਚੁੰਨੀ ਕਰਦੀ ਇਸ਼ਾਰੇ ਮੇਰੀ ਪੱਗ ਨੂੰ ਤੇਰੀ ਬਿਊਟੀ ਦੀ ਕੀ ਸਿਫਤ ਕਰਾਂ ਦਿਲ ਕਰਦਾ ਦਿਲ ਤੈਨੂੰ